എൻ്റെ പൊന്നിച്ചിട്ട് ഒന്ന് ഇട്ടേ. ഇവിടെ എനിക്ക് തോന്നുന്നില്ല. മണം ഉണ്ടായിരുന്നല്ലോ. ഇറങ്ങിയെടുത്തൊന്നും പോയി. ആന ആന കിട്ടിയ ആന കിട്ടിയ ആന കണ്ട കണ്ടില്ലേ? അപ്പുറത്തുനിന്നൊക്കെ ആന വേറെ ആന ഉണ്ടാവും. ആന 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 വെള്ളായിട്ട് കിട്ടുള്ള കിട്ടുള്ളൂ. ആന എവിടെ? അങ്ങനെ ആനനെ കാണാനുള്ള ഞങ്ങളുടെ മലക്കപ്പാറ യാത്ര ഞങ്ങൾ നേരെ ആനയും കണ്ടുകൊണ്ട് വാൽപ്പാറയ്ക്ക് പിടിക്കുന്നു. അങ്ങനെ കാട് മൊത്തം നല്ല കോടയായിരുന്നു. മഴയുള്ള സമയത്ത് മലക്കപ്പാറയ്ക്ക് പോകാനായിട്ട് നല്ല അടിപൊളി ഒരു റൂട്ട് തന്നെയാണ് ഇപ്പോൾ. അങ്ങനെ മലക്കപ്പാറ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത് കണ്ടൊരു ചായക്കടയിൽ നിന്ന് ചായയും ചെറിയൊരു കടികളൊക്കെ അടിച്ച് അവിടെ നിന്ന്. നല്ല കോടയായതുകൊണ്ട് തന്നെ അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അത്. പിന്നെ അപ്പോൾ ഹിരണാണ് പറഞ്ഞത് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ പൊണ്ടാട്ടിയും കൂടി ഒരു ചായ കുടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് കവർ ചെയ്തത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നൈസായിട്ട് ആ കോടയിലൂടെ നടക്കാനൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. കാരണം ഫോട്ടോസൊക്കെ അത്ര നല്ല കിട്ടുമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾക്ക് വാൽപ്പാറ ഒന്ന് കറങ്ങിയിട്ട് പൊള്ളാച്ചിക്ക് പിടിക്കാനുള്ള പ്ലാനായിരുന്നു. കാരണം സ്റ്റേജിന് അത്യാവശ്യം നല്ല രീതിയിൽ അവിടുത്തെ ഓരോ എവിടെ നിന്നൊക്കെ ഫുഡ് കിട്ടും എല്ലാം അവൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നേരെ വാൽപ്പാറ തൊട്ടടുത്തുള്ള ഒരു തേയിലത്തോട്ടത്തിൽ വണ്ടി നിർത്തുകയും അവിടെ ഞങ്ങൾ വണ്ടിയിലുള്ള കുറച്ച് വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുക്കുകയുണ്ടായിരുന്നു. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റൊക്കെ വെക്കണം കേട്ടോ. ഹെൽമെറ്റ് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് കേസ് വരും. ആ സംഭവമൊക്കെ ഉണ്ട്. അത് കാരണം അതൊന്ന് പ്രത്യേകം പറയുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വാൽപ്പാറ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഫേമസ് ഒരു ബിരിയാണി കഴിക്കുകയുണ്ടായി. ഇതിക്ക് മുമ്പൊക്കെ ഞാൻ വാൽപ്പാറ എത്തിക്കഴിഞ്ഞപ്പോൾ ബിരിയാണി കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. പക്ഷേ ഇത് സ്റ്റേജിൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചതിൻ്റെ പേരിൽ തന്നെ നല്ലൊരു ഷോപ്പുമായിരുന്നു. അത്യാവശ്യം നല്ലൊരു ബിരിയാണിയുമായിരുന്നു. ഇപ്പോൾ തോന്നുന്നു ഒന്നുകൂടി കഴിക്കാൻ പോയാലോ എന്നൊരു തോന്നലൂടെ ഉണ്ട്. കാരണം ബിരിയാണിയും അതിൻ്റെ കൂടെ കൊടുക്കുന്ന കുളമ്പും ഒക്കെ നൈസ് തന്നെയായിരുന്നു. അതെല്ലാവരും ആസ്വദിച്ച് തന്നെ കഴിച്ച്. ആകെ അതിനകത്ത് ഒരാൾ മാത്രമേ അവിടുത്തെ ബിരിയാണി പറ്റാണ്ടിരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ വെച്ച് ഞങ്ങൾ എല്ലാവരും റീൽസ് ക്രിയേറ്റ് ആയിരുന്നു. നല്ലൊരു അടിപൊളി ട്രിപ്പ് തന്നെ ഇരുന്നിട്ടു. കാരണം കോടയും മഴയും കോട്ടൊക്കെ ഇട്ടുള്ളൊരു ഡാൻസും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ശരിക്കും സമയം പോയത് അറിഞ്ഞും കൂടിയില്ല. ഞങ്ങൾക്ക് തിരിച്ച് വാൽപ്പാറ ചെക്ക് പോസ്റ്റ് കിടക്കാനൊന്നും തോന്നിയൊന്നുമില്ല. ഞങ്ങൾ ഡയറക്റ്റ് നേരെ പൊള്ളാച്ചിക്ക് ഇടാനുള്ള പ്ലാൻ തന്നെയായിരുന്നു. കാരണം ഈ റീലൊക്കെ അത്യാവശ്യം ഒരു 100K മുകളിൽ പോയ റീലൊക്കെ ഉണ്ട്. അതെൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എല്ലാവരും വണ്ടിയൊക്കെ എടുത്ത് നേരെ പൊള്ളാച്ചിക്ക് വിടാം. പൊള്ളാച്ചിക്ക് പോയിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാമെന്നുള്ള പരിപാടിയായിരുന്നു, വൈകുന്നേരത്തെ ഫുഡ്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് റീലൊക്കെ ക്രിയേറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് നേരെ പൊള്ളാച്ചിക്ക് വിട്ട് അവിടെ നിന്നൊരു ബിരിയാണി കഴിച്ചാൽ അതാണ് ഈ കാണുന്ന ബിരിയാണി. കാരണം ഒരു ക്വാർട്ടറിന് തന്നെ 10-25 രൂപ വരും. പക്ഷെ നല്ലൊരു ബിരിയാണി തന്നെയാണ്. കാരണം പണ്ടത്തെ അപേക്ഷിച്ച് തമിഴ്നാട് അത്യാവശ്യം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇനി തമിഴ്നാട് മാറിയതാണെന്ന് നമ്മളുടെ ടേസ്റ്റ് മാറിയാണെന്ന് അറിയാൻ പാടില്ല. ബൺ പൊറോട്ടയും ചിക്കനും ഒക്കെ നല്ല നൈസ് തന്നെയായിരുന്നു. ആ ഷോപ്പിൻ്റെ പേരാണ് ഈ കാണുന്നത്. അവിടെ തന്നെ നമുക്ക് അത്യാവശ്യം കൊത്തു പൊറോട്ടയും കാര്യങ്ങളൊക്കെ കിട്ടും. അതിനായിട്ട് മുട്ട വെച്ചിട്ടൊരു മുട്ട കലക്കി എന്നൊരു സംഭവമൊക്കെ ഉണ്ട്. ആ സംഭവം നൈസായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞത്. വാരി വെക്കാൻ കൊള്ളില്ല എന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇതായിരുന്നു ചെറിയ ഞങ്ങളുടെ മലക്കപ്പാറ യാത്ര, മലക്കപ്പാറ പൊള്ളാച്ചി യാത്ര.